ഹലോ എവ്രിവൺ. അപ്പോൾ എല്ലാവർക്കും കുക്ക് ടോക്കിന്റെ ഒരു പുതിയൊരു പാചക പരീക്ഷണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ, അതായത് ഭക്ഷണമാകാൻ വേണ്ട കുറെ സാധനങ്ങളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ശുദ്ധ മലയാളം എനിക്ക് ഇൻഗ്രീഡിയൻസിന്റെ അറിയാത്തത് കൊണ്ട് ഞാനിപ്പം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. സോ എനിവേസ്, അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എഗ് പുലാവാണ്. എഗ് പുലാവിന് വേണ്ടിയിട്ട് ഞാൻ 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട മസാലകൾ: മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ചെറിയ ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും പിന്നെ മുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് പൊടികളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പൈസസ്: ജീരകം, 3 ക്ലൗസ്, പിന്നെ 3 ഏലക്കായ, ഗ്രാമ്പൂ, 3 ഏലക്കായ, 1 കഷ്ണം പട്ട, 1 ബേ ലീഫ്. ബേ ലീഫിന് എന്താ ചോദിക്കല്ലേ, എനിക്കറിയില്ല. കറുവാപ്പട്ടയോ? അതാണ് സിന്നമൺ. ഇത് ഓക്കെ, എന്തെങ്കിലും ആട്ടോ. 1 ബേ ലീഫ്. ഇത്ര സാധനങ്ങള് ഹോൾ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ഉള്ളി, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല, ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. 1 പച്ചമുളക്, പിന്നെ 3 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, അത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കുതിർത്തി അതിനെ ഊറ്റി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കാണ്. ലാസ്റ്റ് നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അപ്പോ എഗ് പുലാവ് ഉണ്ടാക്കാനായി നമ്മുടെ ചട്ടി അല്ലെങ്കിൽ പോട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി ഐശ്വര്യമായി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തു. ചൂടാകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മുന്നോട്ടാണോ? മുന്നോട്ടാണ്, വളരെ മുന്നോട്ടാണ്. ചൂട് സൈഡിലേക്കും വരാം. അതിലേക്ക് നമ്മളുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹോൾ സ്പൈസസ് എന്തൊക്കെയാ? ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ ആൻഡ് ബേ ലീഫ്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് പൊട്ടിക്കോട്ടെ. പൊട്ടിയതാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി നമ്മൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ പെട്ടെന്ന് പണി ചെയ്യുന്നില്ലേ. ഞാനൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എഗ് ബിരിയാണിക്ക് സെയിം സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ പിന്നെ ദമ്മിടണം, അതിനെ മൊത്തം ലെയർ ആക്കണം. അപ്പൊ കുറച്ച് മടി തോന്നുന്നു. ഞാൻ പുലാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോ നേരത്തെ നമ്മള് ഇട്ട സാധനമൊക്കെ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഒരു പച്ചമണം വിടുക. അതിലേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആമിയും കളി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മള് നമ്മുടെ ആമിയുണ്ട് കേട്ടോ കുക്കിങ്ങിന്. ആമിക്ക് കാണണം. കുക്കിംഗ് കാണാൻ വേണ്ടിട്ടാണ്. എന്നെ കാണിക്കാതെ നിങ്ങൾ എന്താണ് ഈ മോളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണേ? ആമി ഉറങ്ങി നീച്ചു വന്ന് ആമിക്ക് വിശക്കുണ്ട്. Ami is frustrated seeing we are making food.
എന്താ കാരണം വെച്ചാൽ ഞാനൊരു ഉറക്കുറങ്ങി വീഴുമ്പോഴത്തേക്കും ഭക്ഷണം തരാൻ നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് ആമി ചോദിക്കുന്നത്. ഫ്രസ്ട്രേഷൻ കാണിച്ചത്. അതാണ് ഞാൻ ഇവളോട് ചോദിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, അപ്പൊ എനിവേസ് ഇത് ശരിയായിട്ട് വരട്ടെ. അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കില്ലേ? ഇല്ല അധികം ഇല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് പൗഡർ ആക്കിയതില്ലേ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ സ്പൈസസ് എല്ലാം നമ്മള് നേരത്തെ എടുത്ത എല്ലാ സ്പൈസസും അല്ലേ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതെ, എല്ലാ പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാം അതിനകത്ത് ഇട്ടു. ഒന്നുമില്ല, സ്പൈസസും മറ്റേ പൊടികളെല്ലാം തന്നെ എല്ലാം ഇതിലേക്കായി ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ടിരിക്കുക അല്ലേ? അപ്പൊ ഇത് ഏകദേശം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ഇടാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ ഡ്രെയിൻ വെച്ച റൈസ് നല്ല തുമ്മൽ വരുന്നുണ്ട്. മസാലകളുടെ മൂക്കിന്റെ ഉള്ളിൽ കയറി പൊടികൾ ചെറപറ കളിക്കുന്നുണ്ട്. ഇനി ഇതിനെയും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മള് 1.5 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്താ അറിയാം, ഇതിപ്പോ ഈ മൂക്ക് പൊടിക്ക് പകരം ലേശം മുളക് എടുത്തിട്ട് അടുപ്പത്തിട്ടതിന് ശേഷം ശരിയായി കൊടുത്ത നല്ല തുമ്മലല്ലേ അല്ലേ? ഈ മൂക്ക് പൊടി കഴിക്കുന്നല്ലേ നല്ലൊരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു മാർഗല്ലേ? സോ ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ കുറച്ച് നേരം നോക്കണം അല്ലേ? ഇല്ല, 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് സെറ്റായി. കണ്ടോ, ആ എണ്ണ നെയ്യൊക്കെ നമ്മുടെ റൈസിലേക്ക് ഒന്ന് പിടിച്ചു. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ മാറ്റി വെച്ച 3 കപ്പ് വെള്ളമാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിൽ നമ്മൾ ഇപ്പൊ ഒരു സാധനം ഇട്ടിട്ടില്ല, എന്താ പറയൂ, ഉപ്പായിരിക്കും. അത് ഞാൻ എപ്പോഴും മാറ്റി വെക്കും. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഉപ്പ് എല്ലാരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എല്ലായിടവും വാരി വിതറിയിട്ടാണ് ഞങ്ങൾ ഇടാറ്. അത് ഞങ്ങളുടെ സ്റ്റൈലാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ എല്ലാ സ്റ്റൈലിലും ഇങ്ങനെ വാരി വിതറി അങ്ങനെയാണ് ഞങ്ങൾ ഉപ്പിടാറ്. ഭക്ഷണത്തിൽ മാത്രമല്ല, ഗ്യാസിന്റെ മുകളിലും നിലത്തിടും. പിന്നെ ഭക്ഷണ സമയത്തൊക്കെ ഞങ്ങളുടെ ഉപ്പ് മാത്രമല്ല എല്ലാം ആ കുറച്ചിട്ട് എന്റെ കാലിന് വിട്ടുവിട്ടാം. അതൊരു സുഖാണ്. അപ്പോൾ ഇനി ഇതിവിടെ ഒരു 10 മിനിറ്റ് വരെ നമ്മൾ ഈ വെള്ളം വറ്റി ഇതാവണ വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കാണാം. ഓക്കെ, ചട്ടിയിൽ അരി വേവുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം അല്ലേ? ഒരു ലൈറ്റ് ആയിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ഒരു എണ്ണ വെച്ചു, അത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ വെച്ച മുട്ട മുട്ടേന്റെ ഷേപ്പ് നോക്കണം കേട്ടോ. മുട്ടയുടെ ഷേപ്പ് ആരും ശ്രദ്ധിക്കണ്ട. അത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് മുട്ട പൊളിക്കാൻ അറിയില്ല. പിന്നെ ഒന്ന് പൊളിച്ച് തരുന്നുണ്ട്. ഞാൻ ബിസിയാണ്. അപ്പൊ ഉള്ളത് വെച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മുട്ടയ്ക്ക് പ്രശ്നം പറ്റിക്കോ, എന്നോട് പേടിക്കാനല്ല. അപ്പൊ മുട്ട ഒന്ന് പൊരിഞ്ഞ് വരട്ടല്ലേ? ലൈറ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഒരു 2 മിനിറ്റ്. അപ്പൊ ഏകദേശം നമ്മള് ഭക്ഷണത്തിന്റെ പൂർണ്ണതയിലോട്ട് അടുക്കുകയാണ്. ഏകദേശം എത്ര മിനിറ്റ്? റൈസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ എന്താണോ ഇനി ഉണ്ടാക്കുന്ന ഏകദേശം അതിന്റെ ഒരു സ്മെല്ല് തന്നെ. നമ്മളിവിടെ വെച്ച മുട്ടല്ലേ, അതല്ലേ, ഇതിനെ മെല്ലെ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, ഓരോന്നായി ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിനെ കൊണ്ടിട്ട് കൂടുതൽ പൊട്ടിച്ച് തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എണ്ണയുണ്ട്.
എണ്ണ ഒഴിക്കണ്ടാത്തവർക്ക് എണ്ണ ഒഴിക്കണ്ടല്ലോ അല്ലേ? ആ, എന്തിനാ വെറുതെ വെളിച്ചെണ്ണ? കുറച്ചല്ലേ ഉള്ളൂ. ഇതിലൊന്ന് ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് cover ചെയ്ത് ഇങ്ങനെ വെച്ച് റാപ്പ് സോങ് ഒക്കെ കാണുന്നുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റും കൂടി അങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയല്ലി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് serve ചെയ്യാം. അപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? അപ്പൊ ഏകദേശം ഇത് ശരിയായിട്ടുണ്ട്. ഏകദേശം ഇതിന്റെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ? ഒരു 5 മിനിറ്റിലേക്ക് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇതിന്റെ പേരെന്തായാലും മല്ലിയില. മല്ലിയില. Coriander മല്ലിയില നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ഇളക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മല്ലിയിലിട്ട് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, മുട്ട പൊട്ടാത്ത വിധം. എന്നിട്ട് ഇനിയിപ്പോ ഇതിന്റെ അധികമൊന്നുമില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിരിക്കാൻ ഇനിയിപ്പോ ഭക്ഷണം ചൂടോടെ കഴിച്ചാൽ മാത്രം മതി. നമ്മൾ ഇത്രയും നേരം ചെയ്തതിന്റെ അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. That is nothing but നമ്മുടെ egg pulao. എഗ് പലാവ് മറ്റേ എല്ലാത്തിനും വാരി വിതറിക്കൊണ്ട് ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് സാധനം. ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഞാൻ നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതിന് നമുക്ക് കുറച്ച് റൈത്തയുടെ കൂടെയോ സാലഡിന്റെ കൂടെയോ കുറച്ച് അച്ചാറിന്റെ കൂടെയോ പുലാവ് കഴിക്കാൻ വേണ്ടി ആദ്യം റെഡി ആയിരിക്കുന്നുണ്ട്. അതിലെ കൈയിപ്പൊ പൊള്ളു. മീ കൈ പൊള്ളേ ഓക്കെ. അപ്പോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.